രാവിലെ തന്നെ വൈൽഡ് കാർഡായിട്ട് വന്ന ലക്ഷ്മി ഗെയിം തുടങ്ങിയിരിക്കുകയാണ്. കിച്ചണിൽ ലക്ഷ്മിയും അതുപോലെ തന്നെ നെവിനും നിൽപ്പുണ്ട്. അപ്പോൾ നെവിനാണെങ്കിൽ ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ഞാൻ കിച്ചണിൽ കയറട്ടെ, ഒന്ന് ക്യാപ്റ്റൻ കളിക്കട്ടെ എന്ന് പറയുന്നു. അപ്പം ലക്ഷ്മി പറയുന്നുണ്ട്, അതിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതിപ്പോൾ എനിക്ക് വേണമെങ്കിലും പറ്റും, ആർക്ക് വേണമെങ്കിലും പറ്റുമെന്ന് പറയുന്നു. അപ്പോൾ ഷാനവാസ് ആ വഴി വരുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഷാനവാസ് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിനക്ക് അതിനുള്ള ടൈമുണ്ട്, ആ ടൈം വരുമ്പം നമുക്ക് ചെയ്യാവുന്നുള്ളൂ, നിനക്ക് നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും, അപ്പോൾ ഒരു ടൈം വരുമ്പം അത് ചെയ്താൽ മതി എന്ന് ഷാനവാസ് പറയുന്നു. അത് ഒട്ടും ലക്ഷ്മിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അതിന് ഇന്ന ടൈം വേണമെന്നില്ല, ക്യാപ്റ്റൻ ആകണമെന്നുമില്ല, ആ ഒരു ചേഞ്ച് വരുത്താൻ ആർക്ക് വേണമെങ്കിലും പറ്റും, അത് നമുക്ക് സംസാരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടല്ലോ, ക്യാപ്റ്റനോട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറയാം, അപ്പം ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുത്താൻ പറ്റും. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ 25 ദിവസം നിന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേനും 25 ദിവസത്തെ കണക്കൊന്നും പറയണ്ട, ഞങ്ങൾ 25 ദിവസം നിങ്ങളെ പുറത്തുനിന്ന് കണ്ടിട്ടാണ് വന്നത്, നിങ്ങൾക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം, ഞങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി പണി കിട്ടും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, അതിനെന്ന് ചോദിച്ചുകൊണ്ട് നിൽപ്പുണ്ട്, നീ എന്തിനാണിപ്പോൾ ഇതൊക്കെ പറയുന്നതെന്നാണ് ഷാനവാസ് ചോദിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അല്ല അതുകൊണ്ടൊന്നുമില്ല, പക്ഷേ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ആകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, ഞാനിവിടെ നിൽക്കുന്നത്രയും കാലം ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് വരുത്തുമെന്ന് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഷാനവാസ് ഇന്നലെ അവർ വന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഷാനവാസ് ആ വള്ളി കയറി പിടിക്കുന്നില്ല, ശരി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒഴിവാക്കി വിടുന്നുണ്ട്. ഈ ലക്ഷ്മി ക്ലിയർ ആയിട്ടാണ് സംസാരിക്കുന്നത്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. മാത്രമല്ല പോയിന്റുകളുമാണ് പറയുന്നത്. ഇന്നലെ കൺഫെഷൻ റൂമിൽ നോമിനേറ്റ് ചെയ്തതും വളരെ കൃത്യമായിട്ട് പോയിന്റുകൾ പറഞ്ഞാണ് നോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് വളരെ മികച്ചൊരു മത്സരാർത്ഥിയാണ് എന്ന് തോന്നുന്നു ലക്ഷ്മി. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ കൊള്ളാം, നമുക്ക് കണ്ടു തന്നെ അറിയാം ആരായിരിക്കാം ഏറ്റവും മികച്ച വൈൽഡ് കാർഡ് എന്ന്. നിങ്ങൾക്ക് ആരായിട്ടാണ് ഏറ്റവും മികച്ച വൈൽഡ് കാർഡായിട്ട് തോന്നിയത് ആരാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.